നമസ്കാരം. അരിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിന് ലഭ്യമാക്കിക്കൊണ്ടിരുന്ന FCI വഴി കേരളം വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും വാങ്ങിക്കൊണ്ടിരുന്ന അരി വിതരണ സംവിധാനം റദ്ദാക്കി സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഏജൻസികൾക്ക് അരി ലേലത്തിലെടുക്കാനുള്ള ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടെടുത്ത കേന്ദ്ര തീരുമാനം വലിയ വിവാദമായിരുന്നു. അതുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ഏജൻസികൾക്കോ സംസ്ഥാനങ്ങൾക്കോ അരി വാങ്ങിച്ച് വിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടിയെ പൊളിക്കുന്ന ഒരു പരിപാടി സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോറിയിലൊക്കെ അരി കൊണ്ടുപോയിട്ട് കേന്ദ്രത്തിൻ്റെ അരി വരുന്നു എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ എത്തിച്ച് തെരഞ്ഞെടുപ്പ് രംഗം കോലാഹലമാക്കിയത് നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിൽ പ്രത്യേകമായി അരി എത്തിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓണക്കാലത്ത് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. അതിനുശേഷം FCI വഴി പുനഃസ്ഥാപിച്ച അരി വിതരണ സംവിധാനം സംസ്ഥാനങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങി. കേരളം ഇപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് നീങ്ങി. കേരളത്തിന് കേന്ദ്രം അരി തന്നു അല്ലെങ്കിൽ അവിടെ പോയി FCIയിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. എന്നിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ ഒരുക്കിയിട്ട് കേരളത്തിന് അരി വില കൂടാനാണ് പോകുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ നീക്കം ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്ന മട്ടിലുള്ള വാർത്തകൾ ഇന്ന് വരികയാണ്. ഞാൻ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട മനോരമയിലെ വാർത്ത വായിക്കാം. അതിനുശേഷം എന്താണ് യാഥാർത്ഥ്യമെന്ന് പരിശോധിക്കാം. അതിനുള്ള വീഡിയോ ആണിത്. മനോരമയിൽ ഇന്നത്തെ വാർത്ത: ചോദിച്ചത് കേന്ദ്രം തന്നു, ഫലമില്ല, സപ്ലൈകോയിൽ പച്ചരി വില കൂടും എന്നാണ് മനോരമയുടെ വാർത്ത. സബ്സിഡി പച്ചരി വില കിലോയ്ക്ക് 26 രൂപയിൽ നിന്ന് 29 ആകുമെന്ന് മന്ത്രി. അതായത് കേന്ദ്രത്തോട് ചോദിച്ചൊക്കെ കേന്ദ്രം തന്നു, പക്ഷേ ഫലമില്ല, സപ്ലൈകോയിൽ പച്ചരി വില കൂടും എന്നാണ് വാർത്ത. അയ്യോ, എന്ത് തോന്നിയാസാണ്! കേന്ദ്രം ഇത്ര കഷ്ടപ്പെട്ട് അരി തന്നിട്ട് ഇമ്മാതിരി പരിപാടിയാണല്ലോ ഇവിടുത്തെ സപ്ലൈകോയുടെ മന്ത്രിയും സർക്കാരും ഒക്കെ ചെയ്യുന്നത്. സ്വാഭാവികമല്ലേ? അതെ, നമ്മളങ്ങനെ വിചാരിച്ചു. ഇനി വാർത്ത വായിക്കാം. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI വഴി സപ്ലൈകോയ്ക്ക് അരി നൽകാൻ കേന്ദ്രം വീണ്ടും അനുവാദം നൽകി എങ്കിലും സപ്ലൈകോ വിൽപ്പനശാലകളിൽ എത്തുമ്പോൾ വില കൂടും. ഈ അരിയുടെ വിലയും കൈകാര്യ ചെലവും വർദ്ധിച്ചതിനാൽ സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിൽ കിലോയ്ക്ക് 26 രൂപയ്ക്ക് നൽകുന്ന അരിയുടെ വില 29 രൂപയായി വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. അപ്പോൾ അതാണ് പ്രശ്നം. ഇത് വൃത്തിയാക്കാനുള്ള സമയമാണ്, അതിനുള്ള പൈസയാണ് ചിലവാകുന്നത്. FCIയിൽ നിന്ന് 200 ടൺ പച്ചരിയാണ് സപ്ലൈകോ ഈ സ്കീം വഴി വാങ്ങുന്നത്. ഗുണമേന്മ കുറഞ്ഞതും വിതരണയോഗ്യമല്ലാത്തതുമായ പച്ചരിയാണ് FCIയിലുള്ളതെന്ന് സപ്ലൈകോ ഗുണനിലവാര വിഭാഗവും റേഷൻ കൺട്രോളറും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. നിറവ്യത്യാസവും പൊടിയുടെ അമിത സാന്നിധ്യവുമാണ് പ്രശ്നം. കാര്യം മനസ്സിലായില്ലേ? കേരളത്തിലേക്ക് അയച്ച അരി കൊള്ളില്ല, മൊത്തം പൊടിയാണ്, നിറവ്യത്യാസമുണ്ട്, മറ്റ് വേസ്റ്റുകളൊക്കെ അടങ്ങിയ അരിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വൃത്തിയാക്കാനാണ് ഇത്രയും പൈസ ആവുക എന്നുള്ള ഒരു കാര്യം കൂടിയിട്ട്. ഇതൊന്നുമല്ല കാര്യം. കഴക്കൂട്ടം FCI ഡിപ്പോയിൽ സൂക്ഷിച്ചിട്ടുള്ള അരിയാണ് തമ്മിൽ ഭേദം. മിൽ ക്ലീനിങ്ങിന് ശേഷം മാത്രമേ വിതരണം ചെയ്യാനാകൂ എന്നും ഈ റിപ്പോർട്ടിൽ, പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടിലുണ്ട്. മുമ്പ് 28 രൂപയ്ക്ക് FCI നൽകിയിരുന്ന അരി ഇപ്പോൾ 31.73 രൂപയ്ക്കാണ് നൽകുന്നത്. ഗതാഗതം, ക്ലീനിങ് എന്നിവയ്ക്കായി കിലോയ്ക്ക് 3 രൂപ ചെലവ് വരും. മിൽ ക്ലീനിങ് നടത്തുമ്പോൾ 10% വരെ അരിയിൽ കുറവുണ്ടാകുന്നത് മൂലം നഷ്ടം കിലോയ്ക്ക് 2.5 രൂപയാണ്. ഇതോടെ കിലോയ്ക്ക് 37.23 രൂപ ആകെ ചെലവ് വരും. ഇതാണ് വാർത്തയിലെ ഉള്ളടക്കം. അപ്പോഴും നമുക്കൊരു അവ്യക്തതയുണ്ട്. ഇത് ക്ലീനിങ് ചെയ്തിട്ട് കൊടുക്കുകയാണ്, എന്നാലും അരി കിട്ടിയല്ലോ എന്നുള്ള ഒരു അവ്യക്തത നമ്മുടെ വാർത്തയിലുണ്ട്. യഥാർത്ഥത്തിൽ മന്ത്രി GR അനിൽ, സിവിൽ സപ്ലൈസ് മന്ത്രി പറഞ്ഞ കാര്യം ഒന്നും കൂടി വിശദമായി നമുക്ക് നോക്കാം. ഈ വാർത്തയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ വാർത്തയിൽ നമുക്ക് പ്രത്യക്ഷത്തിലല്ലാതെ കേന്ദ്രം അരി തന്നു, പക്ഷേ കേരളം വീണ്ടും വില കൂട്ടാൻ പോവുകയാണ് എന്ന ലീഡിനപ്പുറത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന. അരി മോശമാണ്, കൊള്ളാത്ത അരിയാണ്, ആ അരിക്ക് ക്ലീൻ ചെയ്യാനുള്ള വില കൂടി കൂട്ടിയിട്ടാണ് വിതരണം ചെയ്യാൻ പോകുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അരി വിതരണം ചെയ്യില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അത്രമാത്രം വലിയ നീക്കം അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം പ്രകാരം അനുവദിച്ച അരി ഭക്ഷ്യയോഗ്യമേ അല്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതുവഴി FCI കോഡൺ വഴി നൽകിയ അരി നമുക്ക് വിതരണം ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. മനോരമയിലെ വാർത്തയിൽ അതില്ല കേട്ടോ, പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. അരി എടുക്കുന്നതിനായി FCI ഗോഡൗണുകളിൽ സപ്ലൈകോ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഇവ വിതരണയോഗ്യമല്ല എന്ന് കണ്ടെത്തിയത്. തുടർന്ന് അരിയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് മാനേജരെയും റേഷനിംഗ് കൺട്രോളറെയും ചുമതലപ്പെടുത്തി. അരിയിൽ നിറവ്യത്യാസവും പൊടിയുടെ അമിതമായ സാന്നിധ്യവും കണ്ടെത്തി. കിലോയ്ക്ക് 23 രൂപ നിരക്കിൽ അനുവദിച്ച അരിക്ക് 31.73 രൂപയാണ് FCI ആവശ്യപ്പെട്ടത്.
അരിയുടെ കൈകാര്യ ചെലവ്, മിൽക്ക് ക്ലീനിങ് ചെലവ് എന്നീ ഇനങ്ങളിൽ കിലോയ്ക്ക് 3 രൂപ ചെലവ് വരും. മിൽക്ക് ക്ലീനിങ് നടത്തുമ്പോൾ ഭക്ഷ്യധാന്യത്തിൻ്റെ അളവിൽ 10% വരെ കുറവും ഉണ്ടാകും. ഇതുകൂടി പരിഗണിക്കുമ്പോൾ കിലോയ്ക്ക് സപ്ലൈകോ ചെലവഴിക്കേണ്ട തുക 37.23 രൂപയാണ്. ഈ ടെൻഡറിലൂടെ ശരാശരി 35-36 രൂപയ്ക്ക് ഗുണമേന്മയുള്ള പച്ചരി ലഭിക്കും. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച അരി സംസ്ഥാനം വാങ്ങുന്നില്ല എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതാണ് ഇങ്ങനെയൊരു യാഥാർത്ഥ്യമാണ് മന്ത്രി പറയുന്നത്. ഈ ഘട്ടത്തിൽ ഉയരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ അരി വിതരണം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലം പിടിച്ചു വെച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അത്രയും കാലം ഭക്ഷണം വേറെ തരത്തിൽ കഴിച്ചാൽ മതി പിടിച്ചു വെച്ചിരുന്നു. ആ പിടിച്ചു വെച്ച അരിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതായത് കുറേ കാലം അവിടെ പിടിച്ചു വെച്ച അരി എല്ലാം ഒന്നും അവർക്ക് തൃശ്ശൂർ വിതരണം ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ മണ്ഡലങ്ങളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ വിതരണം ചെയ്യാൻ പറ്റിയില്ല കേന്ദ്രത്തിന്. അത് പുഴുത്ത് നാറി ഈ പറയുന്ന നിറവും മാറി നിൽക്കുന്ന അരി FCI വഴി നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമ്മളെ പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ഈ അരിയാണ് ഓണത്തിന് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് FCI വഴി സംസ്ഥാനത്തിന് നൽകുന്നത്. ആ വാർത്തയാണ് മനോരമ അച്ചടിച്ചത്. ചോദിച്ചത് കേന്ദ്രം തന്നു, ഫലമില്ല, സപ്ലൈകോയിൽ പച്ചരി വില കൂടും എന്ന തലക്കെട്ടോടുകൂടി മനോരമ അച്ചടിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിന് തന്ന അരി തിന്നാൻ കൊള്ളില്ല, ആ അരി വിതരണം ചെയ്യാൻ കൊള്ളില്ല, മനുഷ്യന്മാർ കഴിക്കുന്ന അരിയല്ല. അത്യാവശ്യം റേഷൻ ഷോപ്പ് വഴിയൊക്കെ ഇപ്പോൾ ഗംഭീര അരിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം പഴയ പ്രാകൃത കാലത്ത് റേഷൻ ഷോപ്പൊക്കെ തുടങ്ങിയ കാലത്തുള്ളതുപോലെ പുഴുവും നിറവ്യത്യാസവും ഒക്കെയുള്ള കഴിക്കാൻ കൊള്ളാത്ത അരിയാണ് വിതരണം ചെയ്യാൻ വേണ്ടി FCI വഴി കേന്ദ്രം തന്നയച്ചത്. അതിന് ഇത്രയും വലിയ വിലയും കൊടുക്കണം, അത് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കണം, അതിലും കൂടിയ വിലയാവും. അതുകൊണ്ട് ആ അരി വേണ്ട, നിങ്ങളെ സ്നേഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് കേരളം അരി വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ജനങ്ങളിൽ എത്തിയാലുണ്ടാകുന്ന പ്രശ്നം നമുക്കറിയാലോ. എന്തായാലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അരിയെക്കുറിച്ചാണ് ചോദിച്ചത്. കേന്ദ്രം തന്നു, ഫലമില്ല, സപ്ലൈകോയിൽ പച്ചരി വില കൂടും. കേന്ദ്രം തന്നിട്ടും വില കൂട്ടാനുള്ള ഈ ക്രൂരമായ നീക്കം നടക്കുന്നു എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത്. നന്ദി, നമസ്കാരം.